ഹായ് ഫ്രണ്ട്സ്, ഉമ്മൂസ് രജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിട്ടോ. ഹലോ ഗൈസ്, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ താമരശ്ശേരി പോവുകയാണ്. റെൻ്റൽ ഷോപ്പ് പോകണം. പോയിട്ട് അവിടുന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കണം. നല്ലൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അത് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് കേട്ടോ. നാളെയാണ് മേക്കപ്പും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടാകുമെന്നുള്ള പേടി കാരണം വേഗം നേരത്തെ ഇറങ്ങി. അപ്പോൾ മുക്കത്തിറങ്ങി നല്ലൊരു കോഫി ഷോപ്പ്. അവിടെ ഭയങ്കര തിരക്ക്, റോഡ് സൈഡിലാണ്, ഭയങ്കര തിരക്ക്. കണ്ടപ്പോൾ കോഫി ചായയൊക്കെ കുടിച്ച്, ഏലക്കായിട്ട ചായ. അങ്ങനെ ഞങ്ങളിത് അവിടെ താമരശ്ശേരി റെൻ്റൽ ഷോപ്പിലെത്തിയിട്ടാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. NW ആണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. താമരശ്ശേരിയിൽ ഏറ്റവും ഹൈലൈറ്റായ ഒരു ഷോറൂമായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് കളക്ഷനാണ്, ഒരുപാട് കളക്ഷന്. ഒരു 10 വെഡ്ഡിങ് ടീം വന്നാലും അവർക്ക് സാധനം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകേണ്ട ആവശ്യം വരില്ല. അത്രത്തോളം കളക്ഷൻസ് ഒരേ ഇതിൽ നമുക്ക് എല്ലാ ടൈപ്പും, ആൻറ്റിക്കാവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാ ടൈപ്പും ഇതിൽ നമുക്ക് കിട്ടും. ഒരുപാട് കളക്ഷൻസ്. നമ്മൾ കുറഞ്ഞ ചെറിയ ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറഞ്ഞ ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഫുൾ AC ആണ്. അടിപൊളി ഒരു ഷോപ്പ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇന്ന് എല്ലാ സ്റ്റാഫും എല്ലാം അടിപൊളിയായിട്ടാണ്. എല്ലാവരും നിറയെ തിരക്കുണ്ടാവും കേട്ടോ. ഞങ്ങളിപ്പോൾ രാത്രിയായി, ഇത് ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പോഴാണ് വന്നത്. അപ്പോൾ എടുത്ത് എല്ലാവരും പോയി. സ്റ്റാഫുകൾ 1-2 സ്റ്റാഫ് ബാക്കിയുള്ളൂ. ആ സമയത്താണ് നമ്മളിതൊക്കെ എടുക്കുന്നത്. എന്താല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ താമരശ്ശേരി ഭാഗം അതേമാതിരി കൊറിയർ അയക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൊറിയർ സൗകര്യമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങളൊക്കെ അഭിപ്രായം പോയവരുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ അത്രയ്ക്ക് അങ്ങനെ കാണിച്ചില്ല, കാരണം എനിക്ക് എല്ലാം കൂടി വീഡിയോ എടുക്കാം, പിന്നെ നാളത്തെ ഷൂട്ടും അതെല്ലാം കൂടി പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഷോപ്പിൻ്റെ ഒരു ഇത് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും, ഞാൻ ഈ ഷോപ്പും ഇവർക്കൊരു ഫാൻസി ഉണ്ട്, അതുമാണ് എപ്പോഴും താമരശ്ശേരി വന്നാൽ ചൂസ് ചെയ്യാറ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ കമൻറ്റിൽ അറിയിക്കണം. അതേമാതിരി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബ്രൈഡിനെ പിറ്റത്തെ ദിവസം ഒരുക്കുകയാണ്. ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. ഒരു ലെൻസ് വെച്ചു, അടുത്ത ലെൻസ് വെച്ചുകൊണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ടപ്പാട്, എന്നാലും അത്ര റിസ്ക്. ഒരു സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടാണ്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കിയപ്പം ലെൻസൊക്കെ വെച്ച് ആൾ കണ്ണൊക്കെ എന്തോ പോലെ ഒരു അവസ്ഥയിലായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ഇന്നലെ കണ്ണിനൊരു തടച്ചിലുണ്ടാവില്ല സ്റ്റാർട്ടിങ്ങിൽ, അപ്പോൾ അതിങ്ങനെ ഇതായി നിൽക്കുകയാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഫൈനൽ ലുക്ക്. നമ്മൾ ബ്രൈഡിനെ റെഡിയാക്കിയ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മളെ കൂടത്തായി ഒരു തൂക്കുപാലുണ്ട്, അവിടെ പോയിട്ടൊക്കെ കേട്ടോ. ഞങ്ങൾ ഫോണിലാണ് കേട്ടോ എല്ലാം എടുത്തത്. കാരണം മഴയായിരുന്നു. വേറെ എനിക്ക് ബ്രൈഡിന് ഒരുക്കാനുണ്ടായിരുന്നു, പക്ഷെ അവർ വന്ന് അങ്ങനെ തിരിച്ചു പോയി. കാരണം അത്രയ്ക്ക് മഴയായിരുന്നു, പൊരിഞ്ഞ മഴ, കറണ്ടില്ല, എല്ലാം കൊണ്ടും പ്രശ്നമായിരുന്നു. പിന്നെ മേക്കപ്പ് ഇട്ട് ഇങ്ങോട്ട് എണീറ്റതേ മഴ അങ്ങ് തുടങ്ങി. നമ്മൾ ഫോട്ടോ എടുക്കുക, മേക്കപ്പ് ഇട്ട് ഇങ്ങോട്ട് എണീറ്റിട്ടുള്ളൂ, ഫുള്ള് സെറ്റായി ഇങ്ങോട്ട് എണീറ്റതും മഴ അങ്ങ് തുടങ്ങി. അപ്പോൾ പിന്നെ വന്നവർ തിരിച്ചു പോയി. അവരത് ഇനി അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ്. എന്താ പറയുക, വീഡിയോ ഒന്നും നമ്മൾ എന്താ പറയുക യൂട്യൂബിൽ ഇടാൻ പാകത്തിന് ചില വീഡിയോകൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ അവളെ ഫോട്ടോസ് എടുത്തതൊക്കെ കണ്ടു നോക്കിട്ടോ. നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഡ്രസ്സ് ഒരു പിങ്ക് റോസാണ്, ഡാർക്ക് പിങ്കും അല്ല. അപ്പോൾ അതിൻ്റേതായ ഓർണമെൻറ്റ്സൊക്കെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഞങ്ങൾക്ക് കറണ്ടൊക്കെ പോയതിൽ കുറച്ച് പ്രശ്നമായി. അങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് മേക്കപ്പ് ചെയ്തത് കേട്ടോ. റമീസിന് പാസിങ് ഔട്ട് ഉള്ളത് കൊണ്ട് അന്ന് തന്നെ രാത്രി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചിട്ടോ.
ഇതാണ് കേട്ടോ നമ്മളുടെ ലോഡ് വണ്ടി, കഷ്ടപ്പാട് തന്നെ. പിന്നെ ചക്ക എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല കേട്ടോ. വീഡിയോ എടുക്കാതെ രാവിലെ തന്നെ അങ്ങനെ മുഹമ്മദ് റമീസ് രാവിലെ തന്നെ സ്വന്തം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുട്ടൻ ചായ പുറകെ കിട്ടാൻ വേണ്ടിട്ട് നിർത്തുമിച്ചി. ഞാൻ പിന്നെ വൈകിയാണ് എത്തിയത്, കാരണം വീട്ടിലെല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടതായിരുന്നു. തലേദിവസം രാത്രി എത്തിയതാണല്ലോ, ക്ഷീണം കാരണം ഒന്നും ക്ലിയർ ആക്കാതെ കിടന്നുറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് വന്നത്. അതിന് ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. എല്ലാ സ്കൂളിലെ കുട്ടികളും ബാച്ചായി തിരിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഏകദേശം തീരാനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോൻ്റെ സ്കൂളിൽ ബുക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അതേപോലെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. 999 ബ്രൈഡൽ മേക്ക് ഓവറും ബ്രൈഡൽ ബൂട്ടിക്കും എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഈ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, സി യു.